തിരുവനന്തപുരം നഗരസഭയുടെ വികസന സങ്കല്പങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ജനകീയ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇടപെടുന്ന ജനപ്രതിനിധിയാണ് തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ കരമന അജിത്ത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായാണ് ശ്രീ കരമന അജിത്ത് കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ശ്രീ അജിത്ത് സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അച്ഛൻ വേലുപ്പൻ നായർ, അമ്മ ഇന്ദിരാദേവി, മക്കൾ ഹരിശ്രീ, ഇന്ദിരാ കല്യാണി. കരമന ഹയർ സെക്കൻഡറി സ്കൂൾ, കോഓപ്പറേറ്റീവ് കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. പൊതുപ്രവർത്തന രംഗത്ത് ദീർഘകാല പരിചയമുള്ള അദ്ദേഹം കൗൺസിലർ എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കോർപ്പറേഷൻ കൗൺസിലിൽ ശക്തമായി ഉന്നയിക്കുന്ന ശബ്ദമാണ്. നഗരസഭയുടെ ഭരണത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴും വാർഡിന്റെ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. വിമർശനങ്ങളെ ഭയക്കാതെ ജനപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന, വികസനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന ശ്രീ കരമന അജിത്തിന് റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം റോയൽ ദ ബെസ്റ്റ് കൗൺസിലർ അവാർഡ് നൽകി ആദരിക്കുന്നു. ഏഞ്ചൽ ഓഫ് മ്യൂസിക് അവാർഡ്. നമസ്കാരം. കരമന ഇന്ന് ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. ഇതൊന്നുമല്ല, നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഒരു നല്ല മികച്ച കൗൺസിലാണ്. മികച്ച കൗൺസിലർ തിരുവനന്തപുരമോ അല്ലെങ്കിൽ കൊല്ലമോ അല്ല, കേരളത്തിലെ മികച്ച കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും പൊതുജീവിതത്തിൽ പൊതുപ്രവർത്തന രംഗം തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടായി. ജനപ്രതിനിധിയായിട്ട് കഴിഞ്ഞ 3 പ്രാവശ്യം ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഈ കിട്ടിയ ബഹുമതിയെ തീർച്ചയായിട്ടും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനമായി മാത്രം കാണുകയും അതുപോലെ തന്നെ ഇനിയും പൊതുജീവിതത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് നമ്മുടെ കൗൺസിലർ എന്ന നിലയിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുവാൻ ഇതൊരു പ്രചോദനമായി ഞാൻ കാണുന്നുണ്ട്. ഈ അവാർഡ് തന്ന ഈ റോട്ടറി ഇൻ്റർനാഷണൽ ക്ലബിൻ്റെ എല്ലാ വിധത്തിലുമുള്ള ആശംസകൾ ഞാൻ നേരുകയാണ്, അവരുടെ അനുമോദനങ്ങൾ നേരുകയാണ്, നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഈ അവാർഡ് ഏറ്റുവാങ്ങിയ ഈ ശുഭദേശം ഈ സായാഹ്ന സന്ധ്യയിൽ നമ്മുടെ മന്ത്രി, അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ മന്ത്രിയാണ്, അതായത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ MLA ആണ്, MLA സിപ്പിച്ചു. അദ്ദേഹം ഇതുപോലെ MLA, എല്ലാ മണ്ഡലത്തിലെ MLA ഞാൻ താമസിക്കുന്ന ഭാഗത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ് അദ്ദേഹം. ഇപ്പോൾ ഒരു മന്ത്രിയാണ്, സിപ്പി ജോൺ. അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയും പൊതുപ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അനന്തപത്മനാഭൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.